DRSലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേപ്പ് ടൗൺ ടെസ്റ്റിന് ശേഷം എന്തായാലും IPL കുറച്ചുകൂടെ ചൂട് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഇപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഒരു പുതിയ ഒരു എന്താ പറയുക ഫൈറ്റ്, താരങ്ങളെ തമ്മിലുള്ള ഒരു ഫൈറ്റിനുള്ളൊരു സാധ്യതകൾ ആരാധകർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ആദ്യ ദിവസം കേപ്പ് ടൗൺ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം രോഹിത് ശർമ്മ വിക്കറ്റ് പോയതിനു ശേഷം വിരാട് കോഹ്ലി ക്രീസിലേക്ക് എത്തിയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പം അവരുടെ ഒരു പുതിയൊരു പേസറാണ് ബർഗർ എന്നുള്ളത്. നമുക്കറിയാം, അത്യാവശ്യം നല്ല പോലെ തന്നെ ബോൾ ചെയ്യുന്നൊരു ആൾ തന്നെയാണ്. നമുക്കറിയാം, ടെസ്റ്റിൽ ഈ കഴിഞ്ഞ 2 ടെസ്റ്റിലും ഏകദേശം 7 വിക്കറ്റോളം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ടെസ്റ്റിൽ മനോഹരമായിട്ടുള്ള അവരുടെ വിജയത്തിന്, സൗത്ത് ആഫ്രിക്കൻ വിജയത്തിന് ആദ്യ ടെസ്റ്റിലും ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു താരം ബർഗർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയൊക്കെ പോലുള്ളവരുടെ അടുത്ത് എന്താ പറയുന്ന ഒരു അഗ്രസീവായിട്ട് പന്തെറിയാൻ അദ്ദേഹം വളരെ വളരെ ഇൻട്രസ്റ്റോടെ ശ്രമിക്കാറുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം കടന്നുപോയത്. ഈ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം തന്നെ രോഹിത് ശർമ്മ വിക്കറ്റിന് ശേഷം വിരാട് കോഹ്ലി കടന്നു വരുന്നു. ആദ്യ പന്ത് ഇതുപോലെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നു. ആദ്യ പന്ത് വിരാട് കോഹ്ലിക്കെതിരെയുള്ള ആദ്യ പന്ത് ബർഗർ എറിയുമ്പം അത് വിരാട് കോഹ്ലി ഡിഫെൻഡ് ചെയ്യുന്നു. അത് നേരെ എത്തുന്നത് ബർഗറിൻ്റെ കൈകളിലേക്കാണ്. ബർഗർ അത് കൈകളിൽ ഒതുക്കിയിട്ട് നേരെ തിരിച്ചിട്ട് നമുക്കറിയാം, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ പല ബോളർമാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ബോൾ നേരെ തിരിച്ച് കയ്യിലോട്ട് വരുമ്പം ബാറ്റ്സ്മാൻ്റെ നേരെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റമ്പിലോട്ട് ആക്ഷൻ കാണിച്ച് എറിയുന്ന പോലെ ഒരു സംഭവം, ഒരു അഗ്രഷൻ കുറേ പേരൊക്കെ പുറത്തെടുക്കാറുള്ളതാണ്. നമുക്കത് വളരെ എന്താ പറയുക, നമ്മൾ സുലഭമായിട്ട് നമുക്കത് കാണാൻ കഴിയുന്ന രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ ഉണ്ടായി. ബർഗർ വിരാട് കോഹ്ലി നേരെ എറിയുന്ന പോലെ ആംഗ്യം കാണിച്ചിട്ട് ഒരു കലിപ്പ് ലുക്കൊക്കെ വിട്ടു. അപ്പോൾ എന്തായാലും വിരാട് കോഹ്ലി ഇത് ഭയങ്കര ഞാനിത് എത്ര കണ്ടതാണെന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഒരു പുഞ്ചിരിയോട് മാത്രമാണ് അതിനെ കണ്ടത്. ചെറുക്കനല്ലേ അവന് എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടത്. പക്ഷെ എന്നിരുന്നാലും അവസാനത്തെ 2 ബോളുകൾ തുടരെ ബൗണ്ടറി അടിച്ചിട്ട് തന്നെയാണ് വിരാട് കോഹ്ലി മുന്നോട്ട് പോയത്. അതായത് അവൻ്റെ ആ ഒരു ഓലപ്പാമ്പ് കണ്ടിട്ട് പേടിച്ച് ഇരിക്കുന്ന ഒരാളല്ല. തീർച്ചയായിട്ടും ഒരു ഓലപ്പാമ്പ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഒറിജിനൽ പാമ്പിനെ കണ്ടാൽ പോലും പേടിച്ചിരിക്കുന്ന ഒരാളല്ല നമ്മുടെ വിരാട് കോഹ്ലി, നമുക്കറിയാം. അപ്പം അങ്ങനൊരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം ഇത് വിരാട് കോഹ്ലിയുടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അവർ എന്താ പറയുന്നത്, നമ്മുടെ ഈ ബർഗറിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കാമുകയാണെന്ന് തോന്നുന്നു, അവർ നിൽക്കുന്ന ഒരു ഫോട്ടോ അടിയെ വന്നിട്ട് വിരാട് കോഹ്ലിയുടെ ഫാൻസ് വളരെ രൂക്ഷമായിട്ട് അവരെ ചീത്ത വിളിക്കുകയും തെരുവിളിക്കുകയൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നൊരു കാര്യം, നിന്നെ IPL എടുത്തോളാമെന്നാണ് ഫാൻസ് പറയുന്നത്. IPL എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ സഞ്ജു സാംസണിൻ്റെ ടീമായിട്ടുള്ള രാജസ്ഥാൻ റോയൽസ് ആണ് ബേസ് പ്രൈസ് ആയിട്ടുള്ള 50 ലക്ഷം രൂപയ്ക്ക് ബർഗർ ടീമിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി RCB വേഴ്സസ് രാജസ്ഥാൻ മത്സരത്തിൽ വിരാട് കോഹ്ലി വേഴ്സസ് ബർഗർ വരുമ്പോൾ തീർച്ചയായിട്ടും ആരാധകർ അതിനെ ഭയങ്കര ഒരു കയ്യടിയോടുകൂടി സ്വീകരിക്കും, അല്ലെങ്കിൽ അതിനെ ആ ഒരു ഫൈറ്റിൽ തന്നെ സ്വീകരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പുതിയൊരു ഫൈറ്റ് നമുക്ക് കാണാൻ എന്തായാലും കഴിയും. കാരണം എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞാൽ ആരാധകർ തന്നെയാണ്. അപ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു സ്ഥിതിയിലോട്ട് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും, അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഏറ്റവും അവസാനമായിട്ട് നവീൻ ഉൽ ഹക്കുമായിട്ട് തന്നെയും അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇടപെടുന്നത് നമ്മൾ കണ്ടു. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പോകുന്നൊന്നുമില്ല. അപ്പം എന്നിരുന്നാലും ഇതിനകത്ത് വരുന്ന കമൻറ്റുകളൊക്കെ, ഈ പോസ്റ്റിന് ഐഡിയിൽ വന്ന കമൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ അക്കൗണ്ടാണെന്ന് അറിയില്ല. എന്തായാലും രാജസ്ഥാൻ റോയൽസ് ആ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെയും അത് ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് അക്കൗണ്ട് തന്നെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആ ഫോട്ടോയുടെ കീഴിൽ വന്നിട്ട് വിരാട് കോഹ്ലി ഫാൻസ് ഭയങ്കരമായിട്ടുള്ള ചീത്തവിളികളാണ്. നിന്നെ IPL എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം, നിൻ്റെ അച്ഛനായിട്ട് വരും വിരാട് കോഹ്ലി എന്നാണ്. കാരണം അത്രയും ഒരു നമുക്കറിയാം വിരാട് കോഹ്ലി എങ്ങനെയാണെന്നും, അല്ലെങ്കിൽ അത് ഒരു കളികളുടെ അദ്ദേഹത്തിൻ്റെ സ്കില്ലിൻ്റെ ബേസിലാണെങ്കിലും എക്സ്പീരിയൻസിൻ്റെ ബേസിലാണെങ്കിലും ഏതിൻ്റെ ബേസിലാണെങ്കിലും അദ്ദേഹം എപ്പോഴും കിങ് തന്നെയാണല്ലേ. അപ്പം ആ ഒരു ഇതിൻ്റെ ബേസിലാണ് പറയുന്നത്, നിനക്ക് എതിരായിട്ടുള്ള ഒരാളല്ല, ബർഗറിനോട് പറയുകയാണ് നിനക്കെതിരായിട്ടുള്ള ആളല്ല, നിൻ്റെയൊക്കെ വലിയ ചേട്ടന്മാരെയൊക്കെ കണ്ടിട്ടുള്ള ആളാണ് വിരാട് കോഹ്ലി. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങോട്ട് കയറി പോകണ്ട എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമൻറ്റ് വരുന്നത്, കിങ് കോഹ്ലി, വിരാട് കോഹ്ലിക്കെതിരെ നീ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ക്രിക്കറ്റ് കരിയർ തന്നെ നശിപ്പിക്കും, അല്ലെങ്കിൽ നാശമായി പോകും എന്നൊക്കെയാണ് മറ്റു ചിലർ പറയുന്നത്. കാരണം എന്താ പറയുന്നത്, അങ്ങനെ ഉണ്ടാകാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കുക അങ്ങനെയുള്ള ഭീഷണി അങ്ങനൊന്നും അല്ല. അതൊരു എന്താ പറയുന്നത്,
ഇപ്പം നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ബോളറിൻ്റെ ഏതെങ്കിലും ഒരു ഇന്നിങ്സ് നല്ല തോനെ തല്ല് കിട്ടിയ ഒരു ഇന്നിങ്സ് കൊണ്ട് പിന്നീട് ടീമിൽ എടുക്കാൻ പറ്റാതെ പിന്നീട് ഫീൽഡ് ഔട്ടായിട്ട് തന്നെ പോയിട്ടുള്ള പല ബോളർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലോട്ട് സാധ്യതകളുണ്ട്. കാരണം എതിരെ നിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ്, കിങ് കോഹ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സൂക്ഷിച്ചും കണ്ട് കളിക്കണമെന്ന് ആരാധകർ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിങ്ങോടെ ആയിട്ടാണ് ഇത് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും IPL നമുക്ക് അങ്ങനെ ഒരു ഫൈറ്റിന് കാണാൻ സാധിക്കും. IPL വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ ചാനൽ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കട്ടയ്ക്ക് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പം എന്തായാലും അത്തരത്തിലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.